നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനും തുർക്കിയും വലിയ ചങ്ങാത്തത്തിലായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ നേരെ പോയി സൗദിയുമായി സഖ്യമുണ്ടാക്കി, വലിയൊരു കരാറൊക്കെ ഉണ്ടാക്കി. ഏതെങ്കിലും ഒരു കൂട്ടരെ ആക്രമിക്കപ്പെട്ടാൽ പരസ്പരം സഹകരിച്ച് എതിരാളിയെ നേരിടും എന്നുള്ളതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രഖ്യാപനം വന്നു. അത് തുർക്കിയും കൂടി പങ്കാളികളായി. മെക്ക പ്രതിരോധ കരാർ, അതിനെ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നാറ്റോ സഖ്യത്തിന് സമാനമായ പുതിയ മുന്നണി രൂപപ്പെടുകയായിരുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ വ്യവസ്ഥ ബാധകമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ തട്ടിയാൽ മറ്റൊരു കൂട്ടമായി വന്ന് തട്ടും. ഏതായിരുന്നു ആ കരാറിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇതിൽ തുർക്കിയെ സംബന്ധിച്ച് അവർക്ക് ആയുധക്കരുത്തുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവ ബോംബുണ്ട്. സൗദിയുടെ കയ്യിൽ പൂത്ത കാശും. അപ്പോൾ ഇത് കാണുമ്പോൾ അത്യാവശ്യം പേടിക്കേണ്ടവർ പേടിക്കും. പക്ഷേ എന്ത് പറയാം, പവനായി ഒടുക്കം ശവമായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മറ്റേ സിനിമയിൽ പറയില്ലേ, പാട്ട് കൂത്ത് അവസാനം എന്തു പറ്റി, ടമാർ പഠാർ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് അതിൽ സംഭവിച്ചത്? കാരണം ഇവർ ഈ 3 രാജ്യങ്ങളും തമ്മിലാണ് ഈ സഖ്യം രൂപീകരിച്ചതെങ്കിലും അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ മെഡിറ്ററേനിയൻ കടൽ മുതൽ ദക്ഷിണേഷ്യ വരെ നീളുന്ന ഒരു വലിയ സൈനിക സ്വാധീന വലയം സൃഷ്ടിക്കുക. ഈ 3 രാജ്യങ്ങളുടെ പ്രധാന താല്പര്യം അതായിരുന്നു. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിൽ അമേരിക്ക പല രാജ്യങ്ങൾക്കും സുരക്ഷാ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫലപ്രദമല്ല. കാര്യം ഇറാൻ പലയിടത്തും കയറി അടിച്ച് തകർക്കുകയാണ്. അപ്പോൾ ഇനി അമേരിക്കയെ നമ്പിയിട്ട് കാര്യമില്ല. സ്വന്തം നിലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 രാജ്യങ്ങൾ ആദ്യ പടി തുടങ്ങി വെച്ചത്. പിന്നാലെ മറ്റു പല രാജ്യങ്ങളും ഇവരുടെ ഈ ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ ഈ മെക്ക പ്രതിരോധ കരാറിൽ ഭാഗമാകും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവർ ആദ്യം പ്രതീക്ഷയോടെ കണ്ടിരുന്ന രാജ്യം ഏതാണ്? ഈജിപ്റ്റാണ്. കാരണം ഈ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കരുത്തുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈജിപ്റ്റിനെ കുറിച്ച് ഈ തുർക്കി വിദേശകാര്യമന്ത്രി ഫക്കൻ ഫിദാൻ അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ സ്വാഭാവിക പങ്കാളി എന്നാണ് ഈജിപ്റ്റിനെ വിശേഷിപ്പിച്ചത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഈജിപ്റ്റ് സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്ന് അവർ ശക്തമായി പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷെ എന്തുപറ്റി? ഈജിപ്റ്റ് ഇപ്പോൾ ഈ കരാറിൻ്റെ ഭാഗമാകുന്നില്ല എന്നൊരു നിലപാടെടുത്തേക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ കരാറിൽ ഒപ്പുവെച്ച സൗദിക്ക് ഈ ഒപ്പുവെച്ചതിന് ശേഷം നല്ല സുഖമാണ്. ഒപ്പുവെച്ച് 24 മണിക്കൂറിന് ശേഷം സൗദിക്ക് നേരെ വലിയ ആക്രമണമുണ്ടായി. ഈ മെക്ക കരാറിൽ ഒപ്പുവെച്ച് ദിവസങ്ങൾക്കകം, കഷ്ടിച്ച് 24 മണിക്കൂറേ ആയിട്ടുള്ളെന്ന് പറയുന്നു, സൗദി അറേബ്യയിലെ ചെങ്കടൽ തീരത്തുള്ള പ്രമുഖ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ജിസാൻ അരാംകോ റിഫൈനറിയിലേക്ക് ഹൂത്തികൾ ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിക്ക് വൻ തീപിടുത്തമാണ് ഉണ്ടായത്. അതിനുശേഷം തൊട്ടടുത്ത് ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ബാദ് അൽ മന്ദബ് കടലിടുക്കിന് സമീപമുള്ള മോഖ തുറമുഖത്ത് വെച്ച് സൗദിയുടെ ഒരു കപ്പലിന് നേരെയും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഈ മക്ക കരാറിൽ പറഞ്ഞത് എന്താ? ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ മറ്റ് 2 രാജ്യങ്ങളും കയറി ഇടപെടും എന്നുള്ളതാണല്ലോ. അപ്പോൾ സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായി. പാകിസ്ഥാനും തുർക്കിയും മിണ്ടിയില്ല. അതിൻ്റെ കാരണം ഹൂത്തികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അയൽ രാജ്യമായ ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പാകിസ്ഥാൻ ഭയപ്പെട്ടത്. അപ്പോൾ തുർക്കിയുടെ പ്രശ്നം യമനിൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക്, കാര്യം ഈ ഹൂത്തികൾ യമനിലെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ യമനിലെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തലയിടുന്നത് അവർക്കും ഒരിക്കലും സ്വീകാര്യമല്ല എന്നാണ് തുർക്കിയുടെ നിലപാട്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം വംശീയതയാണ്. അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരാം. ഏതായാലും എന്തുകൊണ്ടാണ് ഈ മെക്ക സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് നാറ്റോയിലേക്ക് ഈജിപ്റ്റ് വരാതെ അതിൻ്റെ പ്രധാന കാരണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഈജിപ്റ്റിന് ഈ 3 രാജ്യങ്ങളെക്കാൾ അവർക്ക് പ്രാധാന്യം ഇന്ത്യയാണ്. ഇന്ത്യയും ഈജിപ്റ്റും തമ്മിൽ ശക്തമായ സാമ്പത്തിക പ്രതിരോധ ബന്ധമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ പ്രധാന ശത്രുവായ പാകിസ്ഥാൻ ഈ സഖ്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സഖ്യമായതുകൊണ്ട് തന്നെ ഈജിപ്റ്റിന് ഈ ബന്ധത്തിൽ ചേരാൻ വലിയ താല്പര്യമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സൈനിക കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈജിപ്റ്റിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ പോരാത്തതിന് ഇസ്രയേൽ, UAE എന്നിവയുമായി ഈജിപ്റ്റിനുള്ള അടുത്ത നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സഖ്യത്തിൽ ചേരുന്നത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം സങ്കീർണമാക്കുമെന്നും ഈജിപ്റ്റ് കരുതുന്നുണ്ട്. കൂടാതെ അറബ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഈജിപ്റ്റ് സഖ്യത്തിൻ്റെ
കമാൻഡിംഗ് പദവിയെ ചൊല്ലി ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഞങ്ങളാണ് ഏറ്റവും വലിയ സൈനിക ശക്തി, അപ്പോൾ ഈ ഒരു സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനം ഈജിപ്തിന് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തുർക്കി അവിടെ കയറി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അത് ഈജിപ്തിന് ഇപ്പോൾ സ്വീകാര്യമല്ല. ഇതിനേക്കാൾ പ്രധാനം, നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ അസീസിയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണുള്ളത്. 2023 ജനുവരിയിൽ പ്രസിഡന്റ് അൽ സീസി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതാണ്. അത് ആ ചടങ്ങിൽ വെച്ചാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തത്. അതേ വർഷം തന്നെ 2023 ജൂണിൽ പ്രധാനമന്ത്രി ഈജിപ്റ്റ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈജിപ്തിൻ്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ നൽകി ആദരിച്ച രാഷ്ട്രം കൂടിയാണ് ഈജിപ്റ്റ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, കരാറുകൾ, അതിനേക്കാൾ ഉപരി രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധവും ഈജിപ്തിനെ ഈ തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇനി ഏതൊക്കെ തരത്തിലാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രതിരോധ രംഗം, സൈനികാഭ്യാസം, ബഹിരാകാശം, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും വലിയ രീതിയിൽ നിലവിൽ സഹകരിച്ചു പോകുന്നതാണ്. കൂടാതെ ഇന്ത്യ ഈജിപ്തിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും മന്ത്രാലയങ്ങളുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 5.5 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നിക്ഷേപം, ഇന്ത്യൻ രൂപയിൽ പറയാൻ ഏതാണ്ട് 46,000 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ ഈജിപ്തിൽ നടത്തിയിട്ടുണ്ട്. ഇനി 700-ലധികം ഇന്ത്യൻ കമ്പനികൾ ഈജിപ്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുവഴി കെമിക്കൽസ്, ഊർജം, ഓട്ടോമൊബൈൽസ്, അഗ്രികൾച്ചറൽ, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ മേഖലകളിലാണ് ഇത്രയും കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നിക്ഷേപങ്ങൾ, ഈ ഇന്ത്യൻ നിക്ഷേപങ്ങൾ വഴി ഏകദേശം 40,000-ഓളം ഈജിപ്ഷ്യൻ പൗരന്മാർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ സൂയിസ് കനാൽ ഫ്രീ സോണുകളിൽ മാത്രം ഇന്ത്യൻ കമ്പനികൾ സമീപകാലത്തായി $600 മില്യൺ നിക്ഷേപം നടത്തിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഈജിപ്ഷ്യൻ നിക്ഷേപ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഫരീദ് സാലിഹ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ത്യൻ വ്യവസായ പ്രമുഖരുമായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടുമിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ പോലെ ഒരു വിലപ്പെട്ട രാജ്യത്തിൻ്റെ സൗഹൃദം അവർ വേണ്ടെന്ന് വയ്ക്കുവോ? അതാണ് പ്രശ്നം. അപ്പോൾ ഈജിപ്റ്റ് ഇന്ത്യക്കൊപ്പം നിലനിൽക്കുന്നു. മറ്റൊരു രാജ്യം ഈ മുന്നണിയെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പങ്കാളിയാകേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇറാനാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 3 രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, അതേപോലെ തന്നെ തുർക്കി, ഇതെല്ലാം തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഭരണം കൈയാളുന്ന അല്ലെങ്കിൽ അവർക്ക് മേധാവിത്വമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇറാൻ കരുതുന്നത് ഈ വാസ്തവത്തിൽ ഈ മെക്ക സഖ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സുന്നി സൈനിക അച്ചുതണ്ടാണ് എന്നുള്ള ആശങ്കയാണ് ഇറാനുള്ളത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഈ സഖ്യത്തിൽ ചേരായിക അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം വംശീയതയാണ്. അപ്പോൾ ഷിയ സുന്നി തർക്കം അല്ലെങ്കിൽ ആ ഒരു വംശീയ വേർതിരിവാണ് ഏറ്റവും വലിയ കല്ലുകടിയായിട്ട് ഇതിൽ മാറിയേക്കുന്നത്. ഇനി ഈ സഖ്യത്തോട് താല്പര്യമില്ലാത്ത മറ്റ് 2 രാജ്യങ്ങളൊന്ന് ഇറാഖും സിറിയയുമാണ്. ഈ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് ഇറാനുമായി വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഇറാനെ പിണക്കിക്കൊണ്ട് ഒരു പരിപാടിക്കും ഈ 2 രാജ്യങ്ങളും എത്തില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് UAE. സൗദി അറേബ്യയുടെ സഖ്യകക്ഷിയാണ് UAE. പക്ഷേ UAE ഈ സൈനിക നീക്കത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പ്രാദേശിക സ്വാധീനം ഗൾഫ് മേഖലയിൽ വർദ്ധിക്കുന്നത് UAEക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൂടാതെ ഇന്ത്യയുമായി വളരെ അടുത്ത തന്ത്രപരമായ ബന്ധമുള്ളതിനാൽ UAE സഖ്യത്തിൽ നിന്ന് അകലം പാലിക്കുന്നു. ഈ അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾ കഷ്ടിച്ചൊരു 1-2 മാസമായിട്ടുണ്ടാവും, UAEയുടെ ഭരണാധികാരി സായിദ് അൽ നഹ്യാൻ ഡൽഹി വിമാനത്താവളത്തിൽ ഏതാണ്ട് 2-3 മണിക്കൂറത്തേക്ക് വന്നിറങ്ങിയത് നമുക്കറിയാമല്ലോ. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേപോലെ ഒരു വിദേശ പര്യടനത്തിനിടയിൽ UAEയിൽ ഒരു 2-3 മണിക്കൂറത്തേക്ക് ഒരു ഹ്രസ്വ സന്ദർശനം നടത്തിയത് പറഞ്ഞിരുന്നല്ലോ. തൊട്ടു പിന്നാലെ നിർണായകമായ ഒരു പ്രഖ്യാപനവും വന്നു. UAE ഒപെക് കൂട്ടായ്മയിൽ നിന്ന് പടിയിറങ്ങുന്നു, പകരം ഇന്ത്യയുമായിട്ട് കൈകോർക്കുന്നു. അങ്ങനെ UAEയുടെ എണ്ണ ഉൽപ്പാദനത്തിൽ വലിയൊരു പങ്ക് ഇന്ത്യയുമായി പങ്കിടാൻ അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം എന്ന് ഓർക്കുക. ഇനി മറ്റൊരു മിഡിൽ ഈസ്റ്റ് രാജ്യം ഈ സഖ്യത്തിൽ ചേരാൻ താല്പര്യപ്പെടാതിരിക്കുന്നത് അത് ഒമാനാണ്. കാര്യം ഒമാൻ
എന്നും മിഡിൽ ഈസ്റ്റിലെ ഒരു സമാധാനകാംക്ഷിയാണ്. ഒരു സഖ്യത്തിലും ആരുമായിട്ട് ഒരു വഴക്കിനും പോകില്ല എന്നുള്ളതാണ്. ഇനി ഇവരൊരു മുസ്ലിം കൂട്ടായ്മ എന്ന തരത്തിൽ ഈ സഖ്യത്തെ രൂപീകരിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയും ഈ പറയുന്ന സഖ്യത്തിന്റെ ഭാഗമാകില്ല. കാരണം ഇന്തോനേഷ്യയും എപ്പോഴും സ്വതന്ത്ര ചിന്താഗതിയുള്ള ഈ സഖ്യങ്ങളിൽ രൂപപ്പെടാതെ ഒരു ചേരിചേരാ നിയമം എന്നൊക്കെ പറയാമല്ലോ, ആ രീതിയിൽ നിലപാടെടുക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ആരെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ സഖ്യം രൂപീകരിച്ചത് എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു രാജ്യം ഖത്തറാണ്. കാരണം തുർക്കിയുമായി വളരെ അടുത്ത പ്രതിരോധ ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ. ഗൾഫ് മേഖലയിലെ പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഖത്തറിനെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ സൗദിയും തുർക്കിയും താല്പര്യപ്പെടുന്നുണ്ട്. മറ്റൊരു രാജ്യം കുവൈറ്റാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരമായ സാഹചര്യം നിലനിൽക്കുന്ന കുവൈറ്റിന് സുരക്ഷ ഉറപ്പാക്കാനായി ഈ ഒരു സഖ്യം അതിനുവേണ്ടി ചരട് വലിക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് കൂടി ഓർക്കണം. മറ്റൊരു രാജ്യം അസർബൈജാനാണ്. തുർക്കിയുടെയും പാകിസ്ഥാന്റെയും അടുത്ത സഖ്യകക്ഷിയാണ് അസർബൈജാൻ. ഭാവിയിൽ ഈ സഖ്യത്തിലോട്ട് ചേരാനായിട്ട് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. മറ്റൊരു രാജ്യം ജോർദാനാണ്. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും പ്രാദേശിക സുരക്ഷ ശക്തമാക്കുന്നതിനുമായി ജോർദാനെയും ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കാനായിട്ട് ഈ ഇസ്ലാമിക് നാറ്റോ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഈ പറയുന്ന ഇവരുടെ ഉദ്ദേശം അത് നടക്കില്ല എന്നുള്ളതാണ് വ്യക്തം. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകം സൗദി ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ ഇതിൻ്റെ സ്ഥാപക അംഗങ്ങളായ പാകിസ്ഥാനും തുർക്കിയും മിണ്ടാട്ടം മുട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് എങ്ങനെയാണ് അവർ പറയുന്ന രീതിയിലുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇവരെ എങ്ങനെ വിശ്വസിച്ചാണ് അവർ പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങൾ പോലും ഈ കൂട്ടായ്മയുടെ ഭാഗമാവുക? ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.